بسم الله الرحمن الرحيم إن الحمد لله نحمده ونستعينه ونستغفره ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدًا عبده ورسوله يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون يا أيها الناس اتقوا ربكم الذي خلقكم من نفس واحدة وخلق منها زوجها وبث منهما رجالا كثيرا ونساء واتقوا الله الذي تساءلون به والأرحام إن الله كان عليكم رقيبا يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما أما بعد فإن خير الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار أعوذ بالله من الشيطان الرجيم فلا تعلم نفس ما أخفي لهم من قرة أعين جزاء بما كانوا يعملون. സത്യവിശ്വാസികളെ, വിശ്വാസിനികൾ, അള്ളാഹുവിനെ സൂക്ഷിക്കണേ എന്നും അവന്റെ നിർദ്ദേശങ്ങൾ അനുസരിച്ചുകൊണ്ട് ജീവിതത്തെ ക്രമീകരിക്കണേ എന്നും ആമുഖമായി സ്വയം ബോധ്യത്തോടുകൂടി ഓർമ്മപ്പെടുത്തുകയാണ്, വസിയത്ത് ചെയ്യുകയാണ്. പരിശുദ്ധ റമളാനിൽ നമ്മൾ നേടിയെടുത്തിരിക്കുന്ന ഈമാനികമായ ആവേശത്തെ നിലനിർത്തിക്കൊണ്ട് 5 നേരത്തെ നിസ്കാരവും സ്വഭാവ മേഖലകളിൽ നമ്മൾ ഉണ്ടാക്കിയ മാറ്റവുമെല്ലാം തുടർന്നു കൊണ്ടുപോകുവാൻ ശ്രദ്ധിക്കണേ എന്നുകൂടി ഓർമ്മപ്പെടുത്തുകയാണ്, വസിയത്ത് ചെയ്യുകയാണ്. അള്ളാഹുവിനെ സൂക്ഷിക്കുകയും അവന്റെ നിർദ്ദേശങ്ങളെ പാലിക്കുകയും ചെയ്യുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം പരിശുദ്ധ റമളാനിൽ നമ്മൾ നേടിയെടുത്തിരിക്കുന്ന, പരിശുദ്ധ റമളാനിൽ നമ്മൾ പ്രവർത്തിച്ചു കൊണ്ടിരുന്ന പ്രവർത്തനങ്ങളെ തുടർത്തിക്കൊണ്ടിരിക്കുമ്പോഴാണ് ആകാശഭൂമികളെക്കാൾ വിശാലമായ സ്വർഗം അതിൽ പ്രവേശിക്കുവാൻ നമുക്ക് സാധ്യമാകുന്നത്. സ്വർഗം എന്ന് പറയുന്നതിനെ കുറിച്ച് അല്ലാഹു പരിശുദ്ധ ഖുർആനിൽ നമ്മോട് പറഞ്ഞു, ഫലാ തഅലമു നഫ്സും മാ ഉഖ്ഫിയ ലഹും മിൻ ഖുർറത്തി അഅ്യുൻ ജസാഅൻ ബിമാ കാനൂ യഅമലൂൻ. അല്ലാഹു സുബ്ഹാനഹു വ തആല കൺകുളിർമയായിക്കൊണ്ട് അവർക്ക് വേണ്ടി ഗോപ്യമാക്കി വെച്ചിട്ടുള്ള കാര്യമാണ്. അവിടെ എന്താണ് ഉള്ളത് എന്നുള്ളത് ആർക്കും അറിയുകയില്ല. അവിടെ അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മൾ വിചാരിക്കാത്ത, നമ്മുടെ ചിന്തകളിലേക്ക് പോലും കടന്നു വരാത്ത രൂപത്തിലുള്ള കാര്യങ്ങൾ അവിടെ ഒരുക്കി വെച്ചിട്ടുണ്ട് എന്നുള്ളതാണ്. അത് വിശ്വാസികൾക്കുള്ളതാണ്, അത് ഈമാൻ നിലനിർത്തുന്ന മനുഷ്യന്മാർക്കുള്ളതാണ്, അത് ഇബാദത്തുകളിൽ കണിശത കാണിക്കുന്നവർക്കുള്ളതാണ്. അല്ലെങ്കിൽ അതല്ലാതെ ഏതെങ്കിലും ഒരു മാസത്തിൽ മാത്രം പള്ളിയുമായി അടുക്കുന്നവർക്ക് വേണ്ടി തയ്യാറാക്കപ്പെട്ടതല്ല. അവിടെ വിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം അള്ളാഹു പറയുന്നു, പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയിലൂടെ നമ്മോട് പഠിപ്പിക്കാണ്, ഖാല അല്ലാഹു അസ്സ വജൽ അഅത്തു ലിഇബാദിസ് സാലിഹീൻ. അല്ലാഹു സുബ്ഹാനഹു വ തആല സ്വാലിഹീങ്ങളായ അടിമകൾക്ക് വേണ്ടി തയ്യാറാക്കി വെച്ചിട്ടുണ്ട്. മാലാ ഐനും റഅത്, ഒരു കണ്ണും കണ്ടിട്ടില്ലാത്തത്, വലാ ഉദുനും സമിഅത്,
ഒരു ചെവിയും കേട്ടിട്ടില്ലാത്തത്, വലാ ഖത്തറ അലാ ഖൽബി ബശർ, ഒരു മനുഷ്യന്റെ ഹൃദയത്തിനും ഇമേജിൻ ചെയ്യാൻ പോലും സാധ്യമല്ലാത്തത്ര അള്ളാഹുവിന്റെ അനുഗ്രഹങ്ങളുടെ നിഅമത്തുകളുടെ വലിയ കലവറ തന്നെ അള്ളാഹു ഒരുക്കി വച്ചിരിക്കുന്നത് വിശ്വാസികൾക്ക് വേണ്ടിയാണ് എന്ന് അള്ളാഹു സുബ്ഹാനഹു വ തആല പരിശുദ്ധ ഖുർആനിലൂടെ നമ്മോട് പഠിപ്പിച്ചു തരുന്നുണ്ട്. പ്രിയമുള്ളവരെ, വളരെയേറെ ഗൗരവത്തോടു കൂടി തന്നെ നമ്മൾ ആ വിഷയത്തെ കാണേണ്ടതുണ്ട്. പരിശുദ്ധ ഖുർആനിന്റെ സൂറത്ത് സുഖ്റുഫിൽ അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മോട് പറയുന്നുണ്ട്, യുതാഫു അലൈഹിം ബിസ്ഹാഫിൻ മിൻ ലഹബിൻ വഅക്വാബ്, സ്വർണം കൊണ്ടുള്ള തളികകളും കോപ്പകളുമായി അവർ ചുറ്റി നടക്കും. വഫീഹാ മാ തസ്തഹീഹിൽ അൻഫുസ് വതലദ്ദുൽ അഅയുൻ, അവരുടെ കണ്ണുകൾ അവരുടെ മനസ്സുകളിൽ ഇച്ഛിക്കുകയും കണ്ണുകൾ രസിക്കുകയും ചെയ്യുന്നതെല്ലാം സ്വർഗത്തിൽ അള്ളാഹു തയ്യാറാക്കി വെച്ചിട്ടുണ്ട്. അത് കിട്ടണമെങ്കിൽ എന്ത് വേണം? അത് കിട്ടണമെന്ന് എങ്കിൽ നമ്മൾ നമ്മുടെ ജീവിതത്തിനെ പരിശുദ്ധ റമദാനിൽ നമ്മൾ എത്രയേറെ സൂക്ഷ്മതയോടുകൂടി കൊണ്ടുപോയോ അവർക്കാണ് അത് ഒരുക്കി വെക്കപ്പെട്ടുള്ളത് എന്ന് പരിശുദ്ധ ഖുർആൻ നമ്മോട് കൃത്യമായി തന്നെ പഠിപ്പിക്കപ്പെടുന്നുണ്ട്. അതുകൊണ്ട് ഗൗരവത്തോടുകൂടി എന്റെ പ്രിയമുള്ളവരോട് ആ സ്വർഗത്തിന് വേണ്ടി ആയിരിക്കണം നമ്മൾ പണിയെടുക്കേണ്ടത്. അതല്ലാതെ ഒരു മാസത്തിന് വേണ്ടി പണിയെടുക്കുന്നവരാകാൻ പാടില്ല. ഈ മാസത്തില് റമദാനിൽ ഞാൻ നിസ്കരിച്ചിട്ടില്ലെങ്കിൽ ആളുകൾ എന്ത് വിചാരിക്കും എന്നതിന്റെ അടിസ്ഥാനത്തിൽ ഇബാദത്തുകൾ ചെയ്യുന്നവരായിട്ട് നമ്മൾ മാറാൻ പാടില്ല. നേരെ മറിച്ച് നമ്മുടെ ചിന്ത എന്ന് പറയുന്നത്, നമ്മുടെ ലക്ഷ്യം എന്ന് പറയുന്നത് അത് സ്വർഗമായിരിക്കണം. ആ വിശാലമായ സ്വർഗത്തിലേക്ക് നമുക്ക് പ്രവേശിക്കുവാൻ സാധ്യമാകണമെന്നുള്ളതായിരിക്കണം നമ്മുടെ ലക്ഷ്യം. അവിടെയാണ് നമുക്ക് വേണ്ടി എല്ലാം തയ്യാറാക്കി വെക്കപ്പെട്ടിരിക്കുന്നത്. വിശ്വാസികളോട് പറയുമെന്നാണ്, ഭയഭക്തന്മാരെ, നിങ്ങൾ സമാധാനത്തോടുകൂടി നിങ്ങൾ പ്രവേശിച്ചു കൊള്ളുക. ഇന്ന് മുതൽ നിങ്ങൾക്ക് സ്ഥിരവാസത്തിനുള്ള കേന്ദ്രമാണ് സ്വർഗം എന്ന് പറയുന്നത്. അവിടെയുള്ളത് ലഹും മാ യശാഊന ഫീഹാ വലദൈനാ മസീദ്, അവിടെയാണ് നിങ്ങൾ ഉദ്ദേശിക്കുന്നതെല്ലാം അവിടെ ഉണ്ടായിരിക്കും. നിങ്ങൾ ഉദ്ദേശിക്കുന്നത് മാത്രമല്ല, നിങ്ങൾ ഉദ്ദേശിച്ച വലദൈനാ മസീദ്, അതിനേക്കാൾ കൂടുതൽ അവിടെ തയ്യാറാക്കി വെക്കപ്പെട്ടിരിക്കുമെന്ന് പരിശുദ്ധ ഖുർആൻ നമ്മോട് പറഞ്ഞിരുന്നുണ്ട്. അതുകൊണ്ട് ആ സ്വർഗം നേടിയെടുക്കണം എന്നുള്ള ചിന്ത റമദാൻ മാസം കഴിയുന്നതോടുകൂടി നമ്മളിൽ നിന്നും പോകാൻ പാടില്ല എന്നുള്ളതാണ്. അത് നമ്മുടെ ഹൃദയത്തിൽ അടിയുറച്ചു വേണം. നമ്മുടെ ഓരോ നടപ്പിലും, ഓരോ നോക്കിലും, ഓരോ ഇടപാടിലും നമുക്ക് ആ സ്വർഗം, ആ വിശാലമായ സ്വർഗം അത് ലഭ്യമാകുന്നതിന് വേണ്ടിയുള്ള പ്രവർത്തനങ്ങൾ നമ്മൾ കഴിഞ്ഞുകൂടണം എന്നുള്ളതാണ്. സ്വർഗത്തെ സംബന്ധിച്ച് പറയുമ്പോൾ സ്വർഗത്തെക്കുറിച്ച് പരിശുദ്ധ ഖുർആൻ ഒരുപാട് പേരുകൾ പറഞ്ഞതായിക്കൊണ്ട് നമുക്ക് കാണാൻ സാധ്യമാകും. ആ ഓരോ പേരുകളിലും തന്നെ അതിൻ്റെ ആ സ്വർഗമെന്ന് പറയുന്നതിൻ്റെ ഭംഗിയെക്കുറിച്ച്, ആ സ്വർഗമെന്ന് പറയുന്ന അനുഗ്രഹത്തിന്റെ വിശാലതയെക്കുറിച്ചുമെല്ലാം നമ്മളെ ബോധ്യപ്പെടുത്തുന്നുണ്ട്. സ്വർഗത്തെക്കുറിച്ച് പ്രധാനമായും നമ്മൾ പറയാനുള്ള ജന്നാത്ത് എന്നെല്ലാമാണ്, തോട്ടം എന്നുള്ള അർത്ഥത്തിലാണ്. സൂറത്തുർ റഹ്മാനിന്റെ 46-ാമത്തെ വാചകത്തിൽ അല്ലാഹു പറയുന്നുണ്ട്, വലിമൻ ഖാഫ മഖാമ റബ്ബിഹി ജന്നത്താൻ, യാതൊരുവൻ തന്റെ റബ്ബിന്റെ സ്ഥാനത്തിനെ ഭയപ്പെടുന്നുവോ അവന് 2 സ്വർഗത്തോപ്പുകൾ ഉണ്ടായിരിക്കും. അള്ളാഹുവിനെ ഭയപ്പെടാൻ നിങ്ങൾ തയ്യാറുണ്ടോ? അവനെ സൂക്ഷിച്ചുകൊണ്ട് ജീവിതത്തിനെ ക്രമീകരിക്കുവാൻ നിങ്ങൾ തയ്യാറുണ്ടോ? എങ്കിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല അവർക്ക് സ്വർഗം ഒരുക്കി വച്ചിരിക്കുന്നു എന്ന് സൂറത്തുർ റഹ്മാനിലൂടെ അല്ലാഹു പറയുന്നുണ്ട്. സൂറത്തുൽ ബഖറ പാരായണം ചെയ്യുമ്പോൾ അതിന്റെ ആദ്യത്തിൽ നമ്മൾ കേൾക്കാറുള്ളതാണ്, വബശ്ശിരില്ലദീന ആമനൂ വഅമിലുസ് സാലിഹാത്തി അന്ന ലഹും ജന്നാത്തുൻ തജ്രി മിൻ തഹ്തിഹൽ അൻഹാർ. വിശ്വസിക്കുകയും സൽക്കർമ്മങ്ങൾ പ്രവർത്തിക്കുകയും ചെയ്യുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് നീ സന്തോഷ വാർത്ത അറിയിക്കുക. അടിഭാഗത്തിലൂടെ നദികൾ ഒഴുകിക്കൊണ്ടിരിക്കുന്ന സ്വർഗം അവർക്ക് അതിലുണ്ടായിരിക്കുമെന്നുള്ളതാണ്. ഇവിടൊക്കെ സ്വർഗമെന്ന് പറയുന്നത്, നമുക്ക് സ്വർഗമെന്ന് പറയുന്നതിന്റെ അവകാശികളായി മാറണമെങ്കിൽ നമ്മൾ മനസ്സിലാക്കേണ്ടത്, അതിന്റെ അവകാശികളായി നമ്മൾ മാറണമെങ്കിൽ വിശ്വാസമുണ്ടാകുന്നതോടൊപ്പം, റബ്ബുനല്ലാ എന്ന് പറയുന്നതോടൊപ്പം ആ റബ്ബിന്റെ വാചകങ്ങളെ, ആ റബ്ബിന്റെ നിർദ്ദേശങ്ങളെ ജീവിതത്തിൽ സ്വീകരിക്കാൻ നമുക്ക് പറ്റണം. പലപ്പോഴും റമദാനിൽ സൂക്ഷ്മത കാണിച്ചിരുന്ന ആളുകളൊക്കെ ആ സൂക്ഷ്മതകൾ മുഴുവനും മാറ്റി വെച്ചിട്ടുണ്ട്. പിന്നെ നമ്മുടെ ജീവിതവുമായി ബന്ധപ്പെട്ട് നമ്മുടെ ബിസിനസ് അത് വലുതാക്കണമെങ്കിൽ കുറച്ച് ഹറാമൊക്കെ കാണിച്ചു കൂട്ടണം.
കുറച്ച് ഹറാമുകളൊന്നുമില്ലാതെ അല്ലാതെ ഇതിങ്ങനെ തഖ്വയുള്ള അവസ്ഥയിൽ മുമ്പോട്ട് പോയാലൊന്നും ബിസിനസ് ഒന്നും ഉഷാറാവുകയില്ല എന്ന് മനസ്സിലാക്കിയിട്ട് അള്ളാഹുവും അവന്റെ റസൂലും വിരോധിച്ച പലതും നമ്മുടെ ഓഫീസുകളിൽ നടന്നുകൊണ്ടിരിക്കുന്നു, നമ്മുടെ ബിസിനസ്സുകളിൽ ചേർന്നുകൊണ്ടിരിക്കുന്നു. അറിഞ്ഞു വെക്കുക, അത്തരത്തിലുള്ളവർക്ക് ഒരുക്കി വെച്ചതല്ല സ്വർഗമെന്ന്. കൃത്യമായി സ്വർഗത്തെക്കുറിച്ച് സ്വർഗത്തിന്റെ പറയുന്ന ആയത്തുകൾ നമുക്ക് കാണാൻ സാധ്യമാകുന്നതാണ്. അതുകൊണ്ട് പ്രിയമുള്ളവരോട് സ്നേഹത്തോടു കൂടി നമ്മുടെ യഥാർത്ഥമായ നമ്മുടെ ജീവിതത്തിന്റെ ലക്ഷ്യമെന്ന് പറയുന്നത് ഈ ദുനിയാവിലെ ഏതെങ്കിലും ഒരു ബിസിനസ് അത് സക്സസ് ആയി ഈ ലോകത്തിലെ ഏറ്റവും വലിയ ബിസിനസ്സുകാരനാണ് എന്ന് ജനങ്ങളെ ബോധ്യപ്പെടുത്തലല്ല കേട്ടോ. നമ്മുടെ ജീവിതത്തിന്റെ ലക്ഷ്യമെന്ന് പറയുന്നത്, സ്വർഗമെന്ന് പറയുന്നത് ലഭ്യമാകലാകുന്നു. ആ സ്വർഗമാണ് നിലനിൽക്കുന്നത്. ആ സ്വർഗത്തെക്കുറിച്ച് അല്ലാഹു സുബ്ഹാനഹു വ തആല മറ്റൊരു വാചകത്തിലൂടെ നമ്മോട് പറയുന്നുണ്ട്. സ്വർഗത്തിന്റെ മറ്റൊരു പേരായിക്കൊണ്ട് നമ്മളെ ഓർമ്മപ്പെടുത്തുന്നത് ജന്നാത്തുൽ ഖുൽദ്, ശാശ്വതമാണ്, നശിച്ചു പോവുകയില്ല, അവിടെ നിന്നും ഒരു തിരിച്ചുപോക്കില്ല. സൂറത്തുൽ ഫുർഖാനിന്റെ 15-ാമത്തെ വാചകത്തിലൂടെ അല്ലാഹു പറയുന്നു, ഖുൽ അദാലിക ഖൈറുൻ അം ജന്നത്തുൽ ഖുൽദ് അല്ലതി വഉഇദൽ മുത്തഖൂൻ. നരകത്തെക്കുറിച്ചും നരകവാസികളെ കുറിച്ചും പറഞ്ഞതിന് ശേഷം ഹറാമുകളും തോന്നിയാസങ്ങളും ഒക്കെ കാണിച്ച് നരകത്തിലേക്ക് പ്രവേശിച്ചവരെ കുറിച്ച് അവിടെ നിന്നും ആ തോന്നിവാസങ്ങൾ കാണിച്ചതിന്റെ ശിക്ഷ ഏറ്റുവാങ്ങുന്ന ഭയാനകതയെ കുറിച്ച് പറഞ്ഞതിന് ശേഷം അള്ളാഹു ചോദിക്കാണ്, ഖുൽ അദാലിക ഖൈറുൻ, അതാണോ നല്ലത്, അതാണോ നല്ലത്, അം ജന്നത്തുൽ ഖുൽദ്, ശാശ്വതമായ സ്വർഗമാണോ ഏറ്റവും ഖൈറായിട്ടുള്ളത് എന്ന ചോദ്യം. വഖിദൽ മുത്തഖൂൻ, അത് തഖ്വയുള്ളവർക്കാണ്, അത് സൂക്ഷ്മത കാണിക്കുന്നവർക്കാണ്, അള്ളാഹുവിന്റെ വാചകത്തിനും പ്രവാചക വചനത്തിനും മുൻഗണന കൊടുക്കുന്നവർക്കാണ്, മുത്തഖികൾക്കാണ് അത് ഒരുക്കി വച്ചിരിക്കുന്നത് എന്ന് കൃത്യമായി കൊണ്ട് പഠിപ്പിക്കപ്പെടുന്നുണ്ട്. സ്വർഗം അവിടേക്ക് പ്രവേശിച്ചു കഴിഞ്ഞാൽ പിന്നെ സ്വർഗമാണെങ്കിലും നരകമാണെങ്കിലും അതിന്റെ പ്രത്യേകതകൾ എന്ന് പറയുന്നത് ലാ യദൂഖൂന ഫീഹൽ മൗത ഇല്ലൽ മൗതത്തുൽ ഊലാ, അവിടേക്ക് പ്രവേശിച്ചു കഴിഞ്ഞാൽ പിന്നെ മരണം സംഭവിക്കൂല. നമുക്കൊരു ജീവിതത്തിൽ ഒരു മരണമാണുള്ളത്, യഥാർത്ഥത്തിലുള്ള ഒരു മരണം, ഉറക്കുന്നുള്ള മരണമല്ല കേട്ടോ, അത് വിടി. അതല്ലാതെ യഥാർത്ഥത്തിലുള്ള ഒരു മരണം, ആ മരണത്തിന് ശേഷം നമ്മളെ പുനർജീവിപ്പിച്ചു കഴിഞ്ഞാൽ പിന്നെ ഒരു മരണമില്ല എന്നുള്ളതാണ്. ദുനിയാവ് എങ്ങനെയാണ്? ദുനിയാവ് നമ്മൾ എന്ത് വിചാരിച്ചാലും, നമ്മൾ എത്ര പണിയെടുത്താലും നമ്മുടെ ആയുസ്സിന് അള്ളാഹു നിശ്ചയിച്ചൊരു സമയമുണ്ട്. ആ സമയത്ത് നമ്മൾ പിരിഞ്ഞു പോയേ പറ്റും. അതെനിക്ക് ഇത്ര വയസ്സായിട്ടല്ലോ, ഞാൻ ബിസിനസ് ഒക്കെ തുടങ്ങിയിട്ട് ഇത്ര ആയിട്ടല്ലോ, ഇല്ല. കഴിഞ്ഞ കുറച്ച് മുമ്പ് നമ്മൾ വായിച്ചല്ലോ, മലബാർ ഹോസ്പിറ്റലിൽ പഠിച്ചുകൊണ്ടിരിക്കുന്ന 3 വിദ്യാർത്ഥികൾ, അവരുടെ യാത്രക്കിടയിൽ 3 പേരും ഒരുമിച്ച് തിരിച്ചു പോകേണ്ടി വന്നു, അല്ലേ? നമ്മൾ വായിച്ചിട്ടുണ്ടത്. ആലോചിച്ചുക്കള്, അവർ ഡോക്ടർമാരായി തീരാൻ വേണ്ടി കുടുംബം ആഗ്രഹിച്ച് വലിയ വലിയ സ്വപ്നങ്ങളുമായി നടന്നവരാണ്. പക്ഷേ ആ സ്വപ്നങ്ങളെല്ലാം തന്നെ ഒരു സെക്കൻഡ് കൊണ്ട് അവസാനിച്ചു പോകുന്നുണ്ട്. ആ ഒരു മരണം, ആ മരണത്തിന് ശേഷം പിന്നീട് നമുക്ക് മരണമില്ല. പിന്നെ നമ്മൾ എന്താണോ പ്രവർത്തിച്ചു വെച്ചത് അതിൽ തന്നെ നമ്മൾ തുടർന്നു പോകുമെന്നുള്ളതാണ്. അള്ളാഹ് അതേപോലെ പരിശുദ്ധ ഖുർആനിലെ 15-ാം സൂറത്തുൽ ഹിജ്റിന്റെ 48-ാമത്തെ വാചകത്തിൽ അള്ളാഹു പറയുന്നുണ്ട്, ലാ യമസ്സുഹും ഫിഹാ നസബുൻ വമാ ഹും മിൻഹാ ബിമുഖ്രിജീൻ. സ്വർഗത്തിലേക്ക് പ്രവേശിച്ചു കഴിഞ്ഞാൽ പിന്നെ അവരെ സംബന്ധിച്ചിടത്തോളം യാതൊരു ക്ഷീണവും അവരെ ബാധിക്കുകയില്ല. അതേപോലെ തന്നെ വമാ ഹും മിൻഹാ മുഖ്രിജീൻ, അവരിൽ നിന്നും അതിൽ നിന്ന് ആ സ്വർഗത്തിൽ നിന്നും അവർ പുറത്തു പോവേണ്ടി വരികയുമില്ല, ഒരിക്കലും പിന്നെ പുറത്താക്കപ്പെടുകയില്ല. അവിടെ ഒരിക്കലും പുറത്തു പോകേണ്ടതില്ലാത്ത, മരണമില്ലാത്ത ആ ഒരു സ്വർഗം അത് നേടിയെടുക്കുവാൻ വേണ്ടി നമ്മൾ പരിശ്രമിക്കണം. മറ്റൊരായത്തിന്റെ 11-ാം അധ്യായത്തിന്റെ 108-ാമത്തെ വാചകത്തിന്റെ അവസാനത്തിൽ അള്ളാഹു പറയുന്നുണ്ട്, അത്വാഅൻ ഗൈറ മഹ്ദൂദ്, മുറിഞ്ഞു പോകാത്ത ദാനമാണത്, ഒരിക്കലും അത് മുറിഞ്ഞു പോവുകയില്ല. പ്രിയമുള്ളവരെ, അതുകൊണ്ട് നമ്മുടെ ജീവിതത്തിന്റെ ലക്ഷ്യമായി സ്വർഗത്തിന് മുമ്പിൽ കാണാനും ആ സ്വർഗത്തിനു വേണ്ടി പണിയെടുക്കുവാനും നമുക്ക് സാധ്യമാകണം എന്നുള്ളതാണ് എൻ്റെ പ്രിയമുള്ളവരോട് ഓർമ്മപ്പെടുത്താനുള്ളത്. പിന്നീട് സ്വർഗത്തിന് ഇനിയും ഒരുപാട് പേരുകൾ നമുക്ക് കാണാൻ സാധ്യമാകും. പിന്നെ ജന്നത്തുൽ മഅവ എന്ന മറ്റൊരു പേരുണ്ട്. സൂറത്തുൻ നാസിയാത്തിൽ നമ്മൾ ഓതി വെക്കാറുള്ള ഒരു വാചകം, നമുക്കറിയുന്ന ഒരു വാചകമാണ്, വഅമ്മാമൻ ഖാഫ മഖാമ റബ്ബിഹി വനഹൻ നഫ്സ അനിൽ ഹവാ. ആരെങ്കിലും അള്ളാഹുവിന്റെ സ്ഥാനത്തിന് ഭയപ്പെടുകയും അതിനെ മനസ്സിന്റെ ഇച്ഛയിൽ
വിലക്കി നിർത്തുകയും ചെയ്യുന്നുവോ, ഹറാമൊക്കെ ചിലപ്പം ചെയ്യാൻ തോന്നും നമുക്ക്. കാരണം ദുനിയാവ് അങ്ങനെയാണ്. ദുനിയാവിൽ ഹറാമ്, ആ തോന്നിവാസങ്ങൾ കാണിക്കാതെ വിജയിക്കുവാൻ സാധ്യമാവുകയില്ലെന്ന് ശൈത്താൻ നമ്മോട് പറഞ്ഞുകൊണ്ടേയിരിക്കുന്നു. നമ്മോട് ആവർത്തിച്ച് പറഞ്ഞുകൊണ്ടിരിക്കുന്നു. നീ ഇങ്ങനെ നടന്നാലൊന്നും നീ എവിടെ എത്തൂല. നീ ചിലതൊക്കെ കാണിച്ചു കൂട്ടണം, ചിലതെല്ലാം കാണിച്ചാലേ നീ വിജയിക്കുന്നു പഠിപ്പിച്ചു കൊണ്ടിരിക്കുന്നു, നമ്മോട് പറഞ്ഞുകൊണ്ടിരിക്കുന്നു. എന്നാൽ അള്ളാഹു പറയുന്നു, നിങ്ങൾ അള്ളാഹുവിന്റെ സ്ഥാനത്തിന് നിങ്ങൾ അതിനെ നിലനിർത്തുകയും അതേപോലെ അവന്റെ വിലക്കിനെ നമ്മൾ അംഗീകരിക്കുകയും ആ വിലക്കിനെ വിലക്കായി കാണുവാൻ ചെയ്യുകയും ചെയ്യുന്നവരെ സംബന്ധിച്ചിടത്തോളം ഫഇന്നൽ ജന്നത ഹിയൽ മഅ്വാ, അവർക്കാകുന്നു അഭയസ്ഥാനം, സങ്കേത സ്ഥാനമുള്ളത്. സ്വർഗത്തെക്കുറിച്ച് പറയാനും വിശ്രമിക്കുവാൻ, സന്തോഷിക്കുവാൻ, ആഹ്ലാദിക്കുവാൻ, ശാശ്വതമായ സന്തോഷത്തിനുമുള്ള വേദിയാണ് സ്വർഗമെന്ന് പറയുന്നത്. ആ സ്വർഗത്തിനു വേണ്ടിയുള്ള അധ്വാനമായിരിക്കണം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാവേണ്ടത് എന്ന് ഓർമ്മപ്പെടുത്തുകയാണ്. വീണ്ടും സ്വർഗത്തിന് ഒരുപാട് പേരുകൾ നമുക്ക് കാണുവാൻ സാധ്യമാകുന്നുണ്ട്, വിശദീകരിക്കുന്നില്ല. ആ സ്വർഗത്തിനെ നിലനിർത്തുവാനും അള്ളാഹുവിൻ്റെ അപാരമായ അനുഗ്രഹത്തെ നമ്മൾ നേടിയെടുക്കുവാനുമുള്ള പരിശ്രമം നമ്മുടെ ഭാഗത്തു നിന്നും ഉണ്ടാകണമെന്നാണ് സ്നേഹത്തോടുകൂടി ഓർമ്മപ്പെടുത്തുവാനുള്ളത്. അതിന് തൗഫീഖ് അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്കെല്ലാവർക്കും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അൽഹംദുലില്ലാഹ് അസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫിൽ മുർസലീൻ വഅലാ ആലിഹി വസ്വഹാബിഹി അജ്മഈൻ. അള്ളാഹുവിനെ സൂക്ഷിക്കണമെന്നും അവൻ്റെ നിർദ്ദേശങ്ങൾ അനുസരിച്ചുകൊണ്ട് ജീവിതത്തെ ക്രമീകരിക്കണമെന്നും ഒരിക്കൽ കൂടി ഓർമ്മപ്പെടുത്തുകയാണ്, വസിയത്ത് ചെയ്യുകയാണ്. നമ്മളൊക്കെ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന വലിയൊരു പ്രതിസന്ധി തുടർന്നുകൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യത്തിലാണുള്ളത്. വിചാരിക്കുന്നതിനപ്പുറത്തേക്ക് കാര്യങ്ങൾ പോകുന്ന ഈ സന്ദർഭത്തിൽ വിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം അള്ളാഹുവിൽ പരിപൂർണമായി തവക്കുലാക്കിക്കൊണ്ട് മുന്നോട്ട് പോകുവാൻ അവന് സാധ്യമാകേണ്ടതുണ്ട്. ഫസുബ്ഹാനല്ലദീ ബിയദിഹി മലകൂതു കുല്ലി ഷൈഇൻ, എല്ലാത്തിൻ്റെയും എല്ലാ കാര്യങ്ങളുടെയും ആധിപത്യം അത് അള്ളാഹുവിൻ്റെ കയ്യിലാണ്. വ ഇലൈഹി തുർജഊൻ, അവൻ്റെ അടുക്കലേക്കാണ് നമുക്ക് മടങ്ങിപ്പോകാനുള്ളതെന്ന ബോധ്യം നമ്മളെ നയിക്കേണ്ടതുണ്ട്. നേരെ മറിച്ച് നിരാശയിലേക്ക് വീണുപോവുകയും ജീവിതത്തിനെ തന്നെ അവസാനിപ്പിക്കണമെന്നുള്ള ചിന്തകളിലേക്ക് കടന്നു പോവുകയും ചെയ്യുന്ന ദുർബല വിശ്വാസമുള്ളവരായി നമ്മൾ മാറാൻ പാടില്ല. പ്രതിസന്ധികളുണ്ട്. പലരുടെയും ബിസിനസ്സുകളിൽ വലിയ തകർച്ചകൾ ഉണ്ടായിട്ടുണ്ട്. പലരെ സംബന്ധിച്ചിടത്തോളവും വിചാരിക്കാത്ത രൂപത്തിലുണ്ടായിട്ടുള്ള ഈ പ്രയാസം അവരുടെ കണക്കുകൂട്ടലുകളെ മുഴുവനും തെറ്റിച്ച് കളഞ്ഞിട്ടുണ്ട്. സാമ്പത്തികമായ വലിയ ബുദ്ധിമുട്ടുകളിലേക്ക് പോയവർ ഒരുപാടുണ്ട്. അള്ളാഹുവേ, അവർക്ക് നീ എല്ലാം ആശ്വാസവും സമാധാനവും അവർക്കതിൽ നിന്നുള്ള മോചനവും കൊടുത്ത് അനുഗ്രഹിക്കണം റഹ്മാനെ. പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് ഇവിടെ നമ്മൾ നിർവഹിക്കേണ്ടത്, നമ്മൾ മനസ്സിലാക്കേണ്ടുന്ന ഒരു പ്രധാനപ്പെട്ട ഒരു കാര്യമെന്ന് പറയുന്നത്, അള്ളാഹു നമ്മുടെ കൂടെയുണ്ട്. അള്ളാഹു നമ്മുടെ കൂടെയുണ്ട് എന്നുള്ള ബോധ്യമാണ്. മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമയുടെ ചരിത്രം നമുക്കറിയാം. അതേപോലെ ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം തൻ്റെ ഭാര്യയെയും തൻ്റെ മകനെയും ആരോരുമില്ലാത്ത ആ മണലാരണ്യത്തിലിട്ട് തിരിച്ചു പോകുമ്പോൾ അദ്ദേഹത്തിൻ്റെ ഭാര്യ ഒരു ചോദ്യമാണ് ഇബ്രാഹിം നബിയോട് ചോദിക്കുന്നത്, ആ അള്ളാഹു അമറക ബിഹാദ, അള്ളാഹു ആണോ ഇത് കൽപ്പിച്ചിരിക്കുന്നത്? അള്ളാഹുവിൻ്റെ കൽപ്പനയാണോ ഇത്? അദ്ദേഹം പറഞ്ഞു, അതെ, അള്ളാഹുവിൻ്റെ കൽപ്പനയാണെന്ന മറുപടി വന്നപ്പോ അപ്പോൾ ആ സഹോദരി പറഞ്ഞത്, ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമയുടെ പ്രിയതമ പറഞ്ഞത്, ഹജറ ബീവി പറഞ്ഞത്, എങ്കിൽ അള്ളാഹു നമ്മളെ കൈവിടുകയില്ല. കയ്യിൽ ഭക്ഷണം കുറവാണ്, വെള്ളം കുറവാണ്, ആരോരും സഹായത്തിനില്ല. പക്ഷേ ആ ഒരു സന്ദർഭത്തിലും ആ ഉമ്മയുടെ മറുപടി എന്ന് പറയുന്നത്, അള്ളാഹു നമ്മളെ കൈവിടുകയില്ല. ഏത് പ്രതിസന്ധിയിലും ഏത് പ്രയാസത്തിലും നമുക്ക് പറയാനുള്ള വാചകം, നമ്മുടെ ഹൃദയത്തിൽ ഉറച്ചു നിൽക്കേണ്ടുന്ന വാചകം, എന്തു തന്നെ പ്രതിസന്ധികൾ വന്നാലും ശരി, ഹൃദയം തകർന്നു പോകുന്ന അവസ്ഥയിലേക്ക് ജീവൻ ഉപേക്ഷിക്കണം, ജീവൻ നഷ്ടപ്പെടുത്തുന്ന ചിന്തയിലേക്ക് പോകാൻ ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം
ഒരിക്കലും ഉണ്ടാകാൻ പാടില്ലാത്ത കാര്യമാണ്. അള്ളാഹു നമ്മളെ കൈവടിയുകയില്ലെന്ന ബോധവും ഉണ്ടാകണമെന്ന് ഗൗരവത്തോടുകൂടി ഏർപ്പെടുത്തുന്നു. അതോടൊപ്പം ഓർമ്മപ്പെടുത്തുന്നു, എന്ത് പ്രതിസന്ധികൾ ഉണ്ടെങ്കിലും നമ്മൾ അറിയുക, നമ്മളത് പ്രതിസന്ധിയാണെന്ന് നമ്മൾ വിചാരിക്കുന്നുണ്ട്. പക്ഷേ നമ്മൾ വിചാരിക്കാത്ത രൂപത്തിലുള്ള ഹൈറുകൾ ആ വിഷയത്തിൽ ഉണ്ടാകുമെന്നുള്ള കാര്യത്തിൽ ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം യാതൊരു സംശയവുമില്ലാത്ത കാര്യമാണ്. നമുക്കത് പ്രതിസന്ധിയായി തോന്നും, നമുക്കത് പ്രശ്നമായി തോന്നും, നമുക്കത് ബുദ്ധിമുട്ടായിട്ടുണ്ട്, നമുക്ക് ചിലപ്പോൾ പല വിഷമങ്ങളും ഉണ്ടായിട്ടുണ്ട്. ആ ഒരു പ്രതിസന്ധിയുടെ പേരിൽ പലർക്കും അവിടെ നിന്നും ഇങ്ങോട്ട് പണമയക്കാൻ പറ്റിയിട്ടില്ല. പലരുടെയും പെരുന്നാളിന് പ്രയാസത്തോടു കൂടി കടന്നു പോയിട്ടുണ്ട്. അറിയ വിശ്വാസികളെ, നിങ്ങൾക്കതിലൊരു ഖൈറുണ്ട്, അതിലൊരു നന്മയുണ്ട്. നമ്മൾ വിചാരിക്കാത്ത നന്മകൾ ആ വിഷയത്തിലുണ്ട് എന്നുള്ള ബോധ്യം ഉണ്ടാകണം. എനിക്ക് ഒറ്റ കാര്യമേ നിങ്ങളോട് പറയാനുള്ളൂ. ഇത്രയേറെ പ്രതിസന്ധികൾ ഉണ്ടായിട്ടും, ഇത്രയേറെ പ്രയാസകരമായ അവസ്ഥകളിലേക്ക് നമ്മൾ പോയിട്ടും മനസ്സറിഞ്ഞുകൊണ്ട് റബ്ബിനോട് ദുആ ചെയ്യാൻ, മനസ്സറിഞ്ഞുകൊണ്ട് റബ്ബിനോട് നമ്മുടെ സങ്കടങ്ങൾ പറയാൻ, ഈ പ്രതിസന്ധികളിൽ നിന്ന് രക്ഷ ചോദിക്കുവാൻ നമ്മളിൽ എത്ര പേർക്ക് സാധ്യമായിട്ടുള്ള ചോദ്യത്തിന് കൂടി നമ്മൾ സ്വയം ഉത്തരം കണ്ടെത്തണം. ലാ യറുദ്ദുൽ ഖളാ ഇല്ല ദുആ. അള്ളാഹുവിന്റെ വിധിയെ തടുക്കുവാൻ പ്രാർത്ഥനക്കല്ലാതെ കഴിയുകയില്ല. അള്ളാഹുവിന്റെ വലിയൊരു പരീക്ഷണമാണ്. ആ പരീക്ഷണങ്ങൾക്ക് പല കാരണങ്ങളുണ്ടാകും. ഞാൻ ആ വിഷയത്തിലേക്ക് ഒന്നും പ്രവേശിക്കുന്നില്ല. അതേപോലെ പരിശുദ്ധ ഖുർആനിന്റെ മറ്റൊരു വാചകത്തിലൂടെ നമ്മൾ പറയുന്നുണ്ട്, വലനുദീഖന്നഹും മിനൽ അദാബിൽ അദ്നാ ദൂനൽ അദാബിൽ അക്ബർ. വലിയ ശിക്ഷ വരുന്നതിന് മുമ്പ് ചെറിയ ശിക്ഷകളെ കൊണ്ട് നിങ്ങൾ അള്ളാഹു പരീക്ഷിക്കുമെന്നുള്ളതാണ്. അത് ഓർമ്മപ്പെടുത്തലാണ്. പലപ്പോഴും അള്ളാഹു നമ്മളെ പരീക്ഷിച്ചിട്ടുണ്ട്. ആലോചിച്ചിട്ടുണ്ടോ നിങ്ങൾ? അല്ലെ, കൊറോണ നമ്മളെ ബാധിച്ചിരുന്നു, വലിയ ദുരന്തങ്ങൾ നമ്മൾക്ക് വന്നിരുന്നു. അവിടെയെല്ലാം ആ സന്ദർഭത്തിൽ അള്ളാഹുവിനോട് കരളിലേക്ക് പ്രാർത്ഥിച്ചവരെ, നമ്മൾ സങ്കടം റബ്ബിനോട് പറഞ്ഞവരാ. റബ്ബേ, ഈ പരീക്ഷണത്തിൽ നിന്നും നമ്മളെ കാക്കണേ എന്ന് പ്രാർത്ഥിച്ചവരാ. പക്ഷേ ആ പരീക്ഷണം നമ്മളിൽ നിന്നും കടന്നുപോയപ്പോ പഴയ രൂപത്തിലേക്ക് നമ്മൾ മാറി. അല്ലെ, എന്തെല്ലാം തോന്നിവാസങ്ങളാണ് നമ്മുടെ വിവാഹവുമായി ബന്ധപ്പെട്ടുകൊണ്ട് നടക്കുന്നത്, എന്തെല്ലാം തോന്നിവാസങ്ങളാണ് നമ്മുടെ വീട് താമസങ്ങളുമായി ബന്ധപ്പെട്ടുകൊണ്ട് നടക്കുന്നത്, നമ്മുടെ കച്ചവടവുമായി ബന്ധപ്പെട്ടുകൊണ്ട് നടക്കുന്നത്. നമ്മുടെ വീടുകളിൽ ഹറാമുകളെ കൊണ്ട് നിറഞ്ഞില്ലേ? പിന്നെ എങ്ങനെയാണ് പ്രിയമുള്ളവരെ അള്ളാഹുവിന്റെ പരീക്ഷണങ്ങള്, അള്ളാഹുവിന്റെ ചെറിയ പരീക്ഷണങ്ങൾ നമ്മളിലേക്ക് വരാതിരിക്കുക? നരകമെന്ന് പറയുന്ന ഒരു വലിയ പരീക്ഷണത്തിലേക്ക് നമ്മൾ എത്തും മുമ്പ് അള്ളാഹു നമ്മളെ ചിന്തിക്കുന്നതിനു വേണ്ടി, നമ്മുടെ മനസ്സുകളെ തിരുത്തുന്നതിനു വേണ്ടി നമ്മൾ അള്ളാഹു തന്നിരിക്കുന്ന ഇത്തരം പരീക്ഷണങ്ങൾ ഉൾക്കൊള്ളുവാൻ, റബ്ബിലേക്ക് മടങ്ങാൻ, റബ്ബിന് ഇഷ്ടമുള്ളത് ചെയ്യാൻ, ഈ ഒരു പ്രശ്നത്തെ പരിഹരിക്കാൻ നമ്മുടെ മുമ്പിൽ അത് മാത്രമേ മാർഗമുള്ളൂ. നമ്മളെ സൃഷ്ടിച്ച് പരിപാലിക്കുന്ന സത്താവായ റബ്ബിനോട് നമുക്ക് സങ്കടം പറയാൻ പറ്റുന്ന യോഗ്യത ഉണ്ടാവണം. അതാണ് പ്രശ്നം. അള്ളാഹുവിനോട് നമുക്ക് സങ്കടം പറയാൻ പറ്റുന്ന രൂപത്തിൽ യോഗ്യതയുള്ളവരായിക്കൊണ്ട്, റബ്ബേ ഞങ്ങളുടെ പ്രശ്നത്തെ പരിഹരിക്കണം എന്ന് പലിശ വാങ്ങാത്ത, ഹറാമുകൾ ചെയ്യാത്ത, ഹറാമുകൾ കാണാത്ത ആളുകളുടെ ദുആകൾ അള്ളാഹുവിലേക്ക് എത്തണം. അവിടെയാണ് നമുക്ക് പരാജയം സംഭവിക്കുന്നത്. അതുകൊണ്ട് നമ്മുടെ ജീവിതത്തെ സൂക്ഷിച്ചുകൊണ്ട് മുന്നോട്ട് പോവുക, ആ തിരുത്തലുകൾ വരുത്തുകയും റബ്ബിനോട് ആത്മാർത്ഥമായി ദുആ ചെയ്യുകയും ചെയ്യുക. അവിടെയാകും നമുക്ക് വിജയമുണ്ടാവുക. അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ ലോകത്തുമുള്ള വിജയം നമുക്ക് പ്രദാനം ചെയ്യുമാറാകട്ടെ. അല്ലാഹുവേ, വലിയ പ്രതിസന്ധികളിലൂടെ കടന്നു പോകുമ്പോൾ നാഥ, നിനക്ക് മാത്രമാണ് ഈ പ്രതിസന്ധികളിൽ നിന്ന് ഞങ്ങൾക്ക് ആശ്വാസം നൽകാൻ സാധ്യമാവുക. നാഥ, ഞങ്ങൾക്ക് ആശ്വാസം നൽകി അനുഗ്രഹിക്കണം റഹ്മാനെ. ഞങ്ങളുടെ പ്രിയപ്പെട്ടവരുണ്ട് വിദേശങ്ങളിൽ, പല ആളുകളുടെയും ജോലികളിൽ പ്രയാസമുണ്ട്, മറ്റു പലവിധ പ്രയാസങ്ങളുമുണ്ട്. അതേപോലെ ചില മരണങ്ങളും നമ്മൾ കേൾക്കുന്നുണ്ട്. നാഥ, അള്ളാഹു എല്ലാവിധ പരീക്ഷണങ്ങളിൽ നിന്നും ഞങ്ങളുടെ പ്രിയപ്പെട്ടവരെ നീ കാത്തു രക്ഷിക്കണം റഹ്മാനെ. അവർക്ക് നിർഭയത്വവും സമാധാനവും നൽകി അനുഗ്രഹിക്കണം റഹ്മാനെ. അവരുടെ നല്ലതായ ആഗ്രഹങ്ങളെ, ഇഷ്ടങ്ങൾ നീ പൂർത്തീകരിച്ചു കൊടുക്കണം റഹ്മാനെ. അള്ളാഹുവേ, മുസ്ലിമായി എന്നതിന്റെ പേരിൽ പ്രയാസം അനുഭവിക്കുന്നവർ ചുറ്റും ഒരുപാട് പേരുണ്ട്. നമ്മുടെ രാജ്യത്തും മറ്റു പല രാജ്യങ്ങളിലും, ഫലസ്തീനിൽ, ഗസയിൽ, യമനിൽ, സിറിയയിൽ, അള്ളാഹുവേ, അവർക്കെല്ലാം നീ നിർഭയത്വം സമാധാനവും കൊടുത്ത് അനുഗ്രഹിക്കണം റഹ്മാനെ. അവരുടെ കുടുംബത്തോടൊപ്പം സമാധാനത്തോടു കൂടി ജീവിക്കാൻ തൗഫീഖ് നൽകി അനുഗ്രഹിക്കണം റഹ്മാനെ. അള്ളാഹുവേ, നമ്മുടെ നാടും പ്രതിസന്ധികളിലൂടെ കടന്നു പോകുന്നുണ്ട്. വർഗീയതകൾ പരത്തുവാൻ വേണ്ടി ശ്രമിക്കുന്നവരുണ്ട്, വിഭാഗീയതകൾ ഉണ്ടാക്കുവാൻ വേണ്ടി ശ്രമിക്കുന്നവരുണ്ട്. നാദാ, അതിൽ നിന്നുമെല്ലാം ഒരു വോട്ടിന് വേണ്ടിയിട്ട്, അല്ലെങ്കിൽ താൽക്കാലികമായ വിജയങ്ങൾക്ക് വേണ്ടിയിട്ട് വർഗീയത ഇറക്കി വിട്ടുകൊണ്ട് മനുഷ്യ ഹൃദയങ്ങളിൽ ചേർതിരിവുണ്ടാക്കാൻ വേണ്ടി ശ്രമിക്കുന്നവരുണ്ട്. നാദാം, അവരുടെ എല്ലാം കുതന്ത്രങ്ങളെ പരാജയപ്പെടുത്തണമേ റഹ്മാനെ.
പരാജയപ്പെടുത്തണമേ റഹ്മാനെ. അല്ലാഹുവേ, ലാ ഇലാഹ ഇല്ലല്ലാഹ് ചൊല്ലിക്കൊണ്ട് മരിക്കുന്ന മുഅ്മിനീങ്ങളുടെ കൂട്ടത്തിൽ ഞങ്ങളെ എല്ലാവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കണമേ റഹ്മാനെ. അല്ലാഹുമ്മ അഫ്ൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് വൽ അഹ്യായ മിൻഹും വൽ അംവാത്ത് إنك مجيب دعوة يا خالد الحاجات. اللهم أجرنا من النار، اللهم أجرنا من النار، اللهم أجرنا من النار. اللهم أعز الإسلام والمسلمين وأذل الشرك والمشركين. ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم. وصلى الله على محمد وعلى آله وصحبه أجمعين والحمد لله رب العالمين.